ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. ഇന്നത്തെ എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് AI ഇൻ പോപ്പുലർ കൾച്ചർ. അപ്പോൾ നമ്മളെല്ലാവരും AI ആയിട്ട് ഇന്ററാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സിറി നമുക്ക് അലാം സെറ്റ് ചെയ്യുന്നതും, അതുപോലെ നെറ്റ്ഫ്ലിക്സ് അടുത്ത മൂവീസ് അല്ലെങ്കിൽ സീരീസ് റെക്കമെൻഡ് ചെയ്യുന്നു, അങ്ങനെയൊക്കെ നമ്മൾ വൈഡായിട്ട് AI യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഇത്രയ്ക്ക് ഡീപ്പായിട്ട് AI നമ്മളെ ലിവ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്? ലിവ്സിനെ മാത്രമല്ല, നമ്മുടെ മൂവീസ്, മ്യൂസിക്, ബുക്സ്, ഇതിനൊക്കെ AI ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇൻ പോപ്പുലർ കൾച്ചറാണ്. എന്നുവെച്ചാൽ ഒരു സയൻറ്റിഫിക് കോൺസെപ്റ്റ് എന്നതിലുപരി എങ്ങനെ AI ഒരു കൾച്ചറൽ ഫിനോമിനനായി നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് പോപ്പുലർ കൾച്ചർ എന്താന്ന് പറയണം. പോപ്പുലർ കൾച്ചർ എന്ന് പറയുന്നത് നമ്മുടെ സൊസൈറ്റി ഫോളോ ചെയ്ത് വരുന്ന ഐഡിയാസും ട്രെൻഡ്സും ഒക്കെ നമുക്ക് പോപ്പുലർ കൾച്ചർ എന്ന് പറയാം. ലൈക്ക് ഫിലിംസ്, മൂവീസ്, മ്യൂസിക്, ബുക്സ്, ഇതൊക്കെ നമ്മുടെ കൾച്ചറിൻ്റെ ഒരു പാർട്ടായിട്ട് നമുക്ക് എടുക്കാം. പിന്നെ AI എന്ന് പറയുന്നത് ഒരു ടെക്നോളജി മാത്രമല്ല, ഇപ്പോൾ നമ്മളൊരു പോപ്പുലർ കൾച്ചറിൻ്റെ ഒരു പാർട്ടായി വരികയാണ്. നമ്മൾ വൈഡായിട്ട് ഇത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ കൾച്ചറിൻ്റെ ഒരു പാർട്ടാണ് മൂവീസ്. അപ്പോൾ AI ഇൻ മൂവീസ് എങ്ങനെയാണ് ഫിലിംസിൽ AIനെ പോർട്രേ ചെയ്തിട്ടുള്ളത്? ഫ്രം വില്ലൻ ടു കമ്പാനിയൻ നമുക്ക് പറയാം. എന്നുവെച്ചാൽ ഈ 1950, 1980s AIനെ പോർട്രേ ചെയ്ത് ഫിലിംസിലൊക്കെ പോർട്രേ ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഡേഞ്ചറസ് അല്ലെങ്കിൽ ത്രെറ്റനിങ് ക്യാരക്ടറായിട്ടാണ്. അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ HAL 9000 ഫ്രം 2001 എ സ്പേസ് ഒഡീസി 1968 റിലീസ് ചെയ്തിട്ടുള്ള ഒരു മൂവിയാണ്. ഇതിലെന്ന് വെച്ചാൽ ജൂപ്പിറ്ററിലേക്ക് പോകുന്ന ഒരു സ്പേസ് ഷിപ്പ്, അത് കൺട്രോൾ ചെയ്യുന്നത് ഒരു AI ആണ്. പിന്നെ ഗ്രാജുവലി അത് മാൽ ഫങ്ഷനിങ് ആവുന്നു. എന്നിട്ട് ഇതിനകത്തുള്ള ഹ്യൂമൻ ക്രൂസിനെതിരായിട്ട് ഇത് വർക്ക് ചെയ്യുന്നു. അങ്ങനെയാണ് ഈ മൂവിൻ്റെ ഒരു പ്ലോട്ട് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് ദ മാട്രിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൂവി 1999 എന്ന് വെച്ചാൽ ഒരു വേൾഡിന് തന്നെ മെഷീൻസ് റൂൾ ചെയ്യും, എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഹ്യൂമൻസ് സ്റ്റക്കായി നിൽക്കുന്ന ഒരു മൂവി. അപ്പോൾ ആൻഷ്യൻ ടൈംസിലൊക്കെ ഡേഞ്ചറസ് ആയിട്ടുള്ള ക്യാരക്ടറായിട്ടാണ് AIസിനെ പോർട്രേ ചെയ്തിട്ടുള്ളത്. പിന്നെ റീസെന്റ് ഇയേഴ്സിലൊക്കെ വരികയാണെങ്കിൽ AIനെ ഇമോഷൻസും റിലേഷൻഷിപ്സ് അല്ലെങ്കിൽ ഡിലേമാസ് അങ്ങനത്തെ ഒരു ഇതിലേക്ക് ഇത് ഷോ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഹെയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൂവി 2013 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു AI ഒരു ഹ്യൂമനുമായിട്ട് റൊമാൻറ്റിക് റിലേഷൻഷിപ്പിലാവുന്ന ഒരു കഥ. അപ്പോൾ ഇതിലൊക്കെ മാത്രമല്ല, നമുക്ക് ഫ്രണ്ട്ലി AIs ഒക്കെ ഉണ്ട്. അയൺമാനിൽ ജാർവിസ് എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടർ ഒരു ഫ്രണ്ട്ലി AI ആണ്. ടോണി സ്റ്റാർക്കിന്റെ ഒരു AI ഹെൽപ്ഫുൾ അസിസ്റ്റന്റ് ആണ് ജാർവിസ് എന്നുള്ളത്. അപ്പോൾ ഇതിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ മൂവീസിലൊക്കെ പോർട്രേ ചെയ്യുമ്പോൾ നമ്മൾ സൊസൈറ്റി എങ്ങനെയാണ് AIനെ കുറിച്ചിട്ട് മനസ്സിലാക്കുന്നത് എന്നുള്ള കാര്യം ഒന്നുകൂടി ഷേപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഫിയർ ആണോ, ക്യൂരിയോസിറ്റി ആണോ, ഹോപ്പോ, എന്താണെങ്കിലും മൂവീസ് ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ തന്നെയാണ് എടുക്കുന്നത്. കാരണം നമ്മൾ സൊസൈറ്റിയിലുള്ള ആൾക്കാർക്ക് എല്ലാവരും AIസിനെ കുറിച്ച് ബോധേഡല്ല. നമ്മളിപ്പോൾ ഈ ഡൊമൈൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് അറിയാം AIന്റെ ഇമ്പോർട്ടൻസും യൂസസും കാര്യങ്ങളൊക്കെ. പക്ഷെ സൊസൈറ്റിയിലുള്ള എല്ലാവർക്കും അത് ബോധേഡ് ആവുന്നില്ല. പക്ഷെ മൂവീസിലൊക്കെ ആവുമ്പോൾ വൈഡർ ഓഡിയൻസിലേക്ക് AIന്റെ കോൺസെപ്റ്റ് എത്താൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ വരുന്നത് AI ഇൻ മ്യൂസിക് ആൻഡ് ആർട്ട്. ഓൺ സ്ക്രീനിൽ മാത്രമല്ല, AIസ് കണ്ടന്റ്സ് ക്രിയേറ്റ് ചെയ്യാനും നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ AI മോഡൽസ് ഇപ്പോൾ മ്യൂസിക് കമ്പോസ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ടൂൾസ് ഒക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. ഉഡിയോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൂൾ ഉണ്ട്. എന്ന് വെച്ചാൽ ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മോഡലാണ്. എന്നുവെച്ചാൽ മ്യൂസിക് നമ്മൾ കൊടുക്കുന്ന ടെക്സ്റ്റ് പ്രോംപ്റ്റ് അത് യൂസ് ചെയ്തിട്ട് മ്യൂസിക് ജനറേറ്റ് ചെയ്യുന്നു. എന്ന് വെച്ചാൽ വോക്കൽസും ഇൻസ്ട്രുമെന്റേഷൻ ഒക്കെ ഇവർക്ക് AIക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നു. അതുപോലെ സുനോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടൂളും ഈ ജനറേറ്റീവ് AI തന്നെയാണ് മ്യൂസിക് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിൽ ലിറിക്സും മ്യൂസിക്കും ഇൻസ്ട്രുമെന്റേഷൻസും ഒക്കെ വോക്കൽസും എല്ലാം ഇതിന് ഈ മ്യൂസിക് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് തരും. പിന്നെ AI ജനറേറ്റ് ചെയ്തിട്ടുള്ള ആർട്ട് വർക്ക്സ് ഒക്കെ നമ്മൾ ഇപ്പം സോൾഡ് ചെയ്യാൻ അങ്ങനെയൊക്കെ ഓപ്ഷൻസിലൊക്കെ സോൾഡ് ചെയ്യുന്നുണ്ട്. എത്ര പൈസക്കൊക്കെ വിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്നത് AI ഇൻ മീംസ്, ഗെയിംസ് ആൻഡ് സോഷ്യൽ മീഡിയ. അപ്പോൾ ഇന്റർനെറ്റ് ഹ്യൂമറിലും ഗെയിംസിലൊക്കെ AI ഒരു പാർട്ടാണ്. എന്ന് വെച്ചാൽ AI ജനറേറ്റഡ് മീംസ് ഉണ്ട്. എന്ന് വെച്ചാൽ ദിസ് മീം ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൈറ്റ് ഉണ്ട്. AI നമ്മുടെ ഹ്യൂമറിനെ മിമിക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ ഒരു അങ്ങനെയും AIക്ക് ക്യാപ്പബിലിറ്റി ഉണ്ട്.
പിന്നെ വരുന്നത് ഗെയിംസിൽ വരികയാണെങ്കിൽ ഡിട്രോയിറ്റ് ബിക്കം ഹ്യൂമൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗെയിം ഉണ്ട്. AI ബോട്ട്സ് ഹ്യൂമൻസിനെ സെർവ് ചെയ്യുന്നു. പിന്നെ അതിന് ഇമോഷൻസ്, ഈ AI ബോട്ട്സിന് ഇമോഷൻസ് വരികയാണ്, എന്തിനാ നമ്മളിങ്ങനെ കൺട്രോൾ ചെയ്യണം, അങ്ങനത്തെ ഇമോഷൻസ് ഒക്കെ വരുന്നു, അങ്ങനെ ഉള്ളൊരു ഗെയിം. പിന്നെ AI ബോസസ് ഒക്കെ ഇപ്പം അവൈലബിൾ ആണ്. എന്നുവെച്ചാൽ ഇപ്പോൾ ഒരു ആക്ഷൻ ഗെയിം ആണെങ്കിൽ നമ്മളൊരു ഗെയിം കളിച്ച് അതിൽ വിൻ ചെയ്യുകയാണെങ്കിൽ ആ പാറ്റേൺ മെഷീൻസ് മനസ്സിലാക്കി അടുത്ത കളിയിൽ നമുക്ക് ആ പാറ്റേൺ യൂസ് ചെയ്യാൻ പറ്റില്ല. അത് മെഷീൻസ് പഠിച്ചിട്ട് നമുക്ക് റിയാക്ട് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഗെയിംസിലും വൈഡായിട്ട് ഇപ്പോൾ യൂസ് ചെയ്യുന്നു. പിന്നെ വരുന്നത് സോഷ്യൽ മീഡിയ, AI ബേസ്ഡ് ഫിൽറ്റേഴ്സ് ഇപ്പം ഉണ്ട്. അതുപോലെ റെക്കമെൻഡേഷൻ ആൽഗോരിതംസ് ഒക്കെ ഉണ്ട്. നമ്മൾ അടുത്തെന്താ കാണേണ്ടതെന്ന് വരെ ഡിസൈഡ് ചെയ്യുന്നത് AIs ആണ്. പിന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് പാർട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിക്ഷൻ ഇപ്പോൾ റിയാലിറ്റീനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. എന്നുവെച്ചാൽ നമ്മൾ ആദ്യമൊക്കെ ഇങ്ങനെ റിയാലിറ്റീന് ഇൻഫ്ലുവൻസ് ആയിട്ട് നമ്മൾ മൂവീസൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നു. പക്ഷെ ഇപ്പോൾ ഫിക്ഷൻ ഇൻഫ്ലുവൻസ് ആയിട്ട് റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എലോൺ മസ്ക് ഇപ്പോൾ ടെസ്ലൻ്റെ സെൽഫ് ഡ്രൈവിംഗ് കാർസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ചിപ്പിനെ നെയിം ചെയ്തിട്ടുള്ളത് ഡോജോ എന്നാണ്. അത് ഒരു മൂവീസിന് ഇൻസ്പയർ ചെയ്തിട്ടാണ് എലോൺ മസ്ക് അങ്ങനത്തെ ഒരു പേരിട്ടത്. അപ്പോൾ ഫിക്ഷൻ ശരിക്കും റിയാലിറ്റീനെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ OpenAI ChatGPT ക്രിയേറ്റ് ചെയ്ത കമ്പനിയാണ്. അപ്പോൾ അതും ഈ സയൻസ് ഫിക്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടാണിത് ഉണ്ടാക്കിയിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഒരു സ്മാർട്ടർ AI സിസ്റ്റത്തിനുപരി ഒരു ഫ്രണ്ട്ലി AI, നമുക്ക് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു AI സിസ്റ്റം ഈ മൂവീസിലൊക്കെ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടാണ് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഒരു കോൺസെപ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ സൈക്കിൾ കംപ്ലീറ്റ് ആണ്. റിയാലിറ്റി ഇൻഫ്ലുവൻസസ് ഫിക്ഷൻ, ഫിക്ഷൻ ഇൻഫ്ലുവൻസസ് റിയാലിറ്റി എന്ന് പറയുന്നത്. പിന്നെ കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ ഇപ്പോൾ AI ഇൻ പോപ്പുലർ കൾച്ചർ നോട്ട് ജസ്റ്റ് ഫോർ എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് മാത്രമല്ല, നമ്മുടെ സൊസൈറ്റിയിൽ ഉള്ള ആൾക്കാർ എങ്ങനെ AIനെ മനസ്സിലാക്കുന്നു എന്നുള്ളത് ഷേപ്പ് ചെയ്യാനും കൂടി നമുക്ക് ഇതൊക്കെ യൂസ് ചെയ്യാം. ചില ആൾക്കാർ ബിലീവ് ചെയ്യുന്ന എങ്ങനെയാ വെച്ചാൽ നമ്മളെ ക്രിയേറ്റിവിറ്റിക്ക് ഒരു ത്രെറ്റാണ് AI എന്ന് ചില ആൾക്കാർ വിചാരിക്കുന്നുണ്ട്. ചില ആൾക്കാർ ബിലീവ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ക്രിയേറ്റിവിറ്റീൻ്റെ ഒരു എക്സ്റ്റൻഷനാണ്. നമ്മുടെ ക്രിയേറ്റിവിറ്റിയും AI കൂടി യൂസ് ചെയ്ത് നമുക്ക് കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ ഓരോ അപ്രോച്ചാണ് ഇതിൽ പറയുന്നത്. പിന്നെ AI ശരിക്കും നമ്മളെയാണ് മിറർ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ കൊടുത്ത ഡാറ്റ യൂസ് ചെയ്തിട്ടാണ് ഇത് പഠിക്കുന്നതും കാര്യങ്ങളും. ശരിക്കും നമ്മൾ തന്നെയാണ് AI. എന്ന് വെച്ചാൽ AI ടോക്ക് ചെയ്യുന്നതും പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നതൊക്കെ നമ്മളുടെ അടുത്തുനിന്ന് പഠിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ AI ഒരിക്കലും നമ്മളെ റീപ്ലേസ് ചെയ്യുന്നില്ല, പക്ഷെ നമ്മൾ അസിസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ AI എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ടൈമിൽ AI എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പ്യൂട്ടേഴ്സിലും ലാബ്സിലും ഒക്കെ വരുന്ന ഒരു കാര്യമല്ല, പക്ഷെ നമ്മുടെ ഡെയിലി ലൈഫിൽ വൈഡായിട്ട് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ അടുത്ത സമയം നെക്സ്റ്റ് ടൈം നമ്മൾ സിറി നമുക്കൊരു ഫേവറേറ്റ് സോങ് പ്ലേ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സ് നമുക്കൊരു മൂവി സജസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടതെന്ന് വെച്ചാൽ യു ആർ ലിവിങ് ഇൻ എ വേൾഡ് വെർ AI ഈസ് എ പാർട്ട് ഓഫ് അവർ പോപ്പുലർ കൾച്ചർ. താങ്ക് യു.